നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ജ്യോതിഷത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു യോഗത്തെക്കുറിച്ചാണ്. അതായത് ഗജകേസരി യോഗം. ഗജം എന്നാൽ ആനയും കേസരി എന്നാൽ സിംഹവുമാണ്. അപ്പോൾ ഗജകേസരി യോഗം എങ്ങനെയാണ് ഒരു ജാതകത്തിൽ കണക്കാക്കുന്നതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഹന്തി സർവഗ്രഹാരിഷ്ടം ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതി യഥാഗജ സഹസ്രാണി നിഹന്ത്യഗോ അവികേസരി എന്നാണ് കേസരി യോഗത്തിന്റെ നിയമം. ഹന്തി സർവഗ്രഹാരിഷ്ടം, ജാതകത്തിലുള്ള എല്ലാ ഗ്രഹദോഷ അരിഷ്ടതകളെയും മാറ്റുന്നതാണ് ഈ യോഗം. അതായത് ജാതകത്തിൽ കേമദ്രുമ യോഗം പോലുള്ള അനിഷ്ട യോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഗജകേസരി യോഗം കൂടി ഉണ്ടെങ്കിൽ ആ കേമദ്രുമ യോഗത്തിന്റെ ഫലം കുറഞ്ഞിരിക്കും. ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതി, ചന്ദ്രന്റെ കേന്ദ്ര രാശികളിൽ ബൃഹസ്പതി വന്നാൽ, അതായത് ചന്ദ്രന്റെ കേന്ദ്ര രാശികളിൽ വ്യാഴൻ വന്നാൽ, അതായത് ചന്ദ്രന്റെ 4-ാം രാശി, 7-ാം രാശി, 10-ാം രാശി, പിന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലും വ്യാഴൻ നിന്നാൽ ആ വ്യക്തിക്ക് ഗജകേസരി യോഗം ഉണ്ടാകുന്നു. ഗജകേസരി യോഗമുള്ള വ്യക്തികൾക്ക് പലവിധ ഗുണാനുഭവങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത്. കേസരി യോഗേ ജാതോ ധനവാൻ സ്വകുലാധിപോ മഹാപ്രാജ്ഞ ഗ്രാമപുര നഗരകർത്ത സഹസ്രമാസേജ ജീവിതം വിദ്യാത് എന്നാണ് നിയമം. കേസരി യോഗേ ജാതോ, ധനവാൻ, ഈ വ്യക്തി ധനവാനായിരിക്കും. ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിലിൽ പലവിധ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിവുള്ളവനായിരിക്കും. സ്വകുലാധിപോ, സ്വന്തം കുലത്തിന്റെ അധിപനായിരിക്കും ഈ വ്യക്തി. ആൾക്കാർ തന്നെ ഈ വ്യക്തിയുടെ പേര് പറഞ്ഞായിരിക്കും അറിയപ്പെടുന്നത്. ഗ്രാമപുര നഗരകർത്ത, അപ്പം ഗ്രാമത്തിന്റെയും നഗരത്തിന്റെയും നേതൃസ്ഥാനം വഹിക്കുന്ന ആളായിരിക്കും കേസരി യോഗ ജാതകൻ. സഹസ്രമാസേജ ജീവിതം വിദ്യ, സഹസ്രമാസം, 1000 മാസങ്ങൾ ജീവിക്കുന്നവനായിരിക്കും ഈ വ്യക്തി. അതുപോലെ വിദ്യ കൊണ്ട് പ്രസിദ്ധി ആർജിച്ചവനായിരിക്കും ഈ വ്യക്തി. ഇവർ ചെയ്യുന്ന മേഖലകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും അതുപോലെ പണ്ഡിതന്മാരായി മാറുവാനും സാധ്യതയുള്ളവരാണ് ഗജകേസരി യോഗത്തിൽ ജനിച്ച വ്യക്തികൾ. ചില വ്യക്തികൾ പറയുന്നു ജാതകത്തിൽ ഗജകേസരി യോഗം ഉണ്ടായിട്ടും ആ ഫലം കിട്ടുന്നില്ല എന്ന്. എന്നാൽ ചന്ദ്രന്റെയോ വ്യാഴന്റെയോ ദശാപഹാര കാലഘട്ടങ്ങളിൽ